പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാസാൽത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമതി പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ വഴികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളെ, ഇന്നത്തെ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്ന ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യും എന്നോർത്ത് ടെൻഷൻ ഉണ്ടാകുന്നെങ്കിൽ കർത്താവ് അങ്ങനെയുള്ളവരെ നീ ഈ സമയത്ത് കർത്താവിൻ്റെ ഉന്നതമായ സ്ത്രീവായാൽ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ കന്യാസ്ത്രീയെ ഇപ്പോൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളിയുടെ ജോലിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്, യാത്രയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്. അവിടെ വിഷയത്തിന് മേലെല്ലാം ദൈവിക തീരുമാനം ഉണ്ടാകുകയും കർത്താവ് തോബിയാസിൻ്റെ യാത്രയിൽ തോബിത്ത് കൂട്ടിവിട്ടതുപോലെ കർത്താവ് നിൻ്റെ യാത്രയിൽ കർത്താവിൻ്റെ ദൂതൻ നിന്നെ സംവഹിക്കുകയും നിൻ്റെ യാത്രയെ ശുഭമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ ഇക്കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള മുഴുവൻ സുവിശേഷ വേലയുടെ ആസ്തിയിൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു, നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു, നിൻ്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു, നിൻ്റെ ഇടപെടലുകളെ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണ തോന്നണമേ. കർത്താവെ, ഇന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത്
തടസ്സമായി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം. നിൻ്റെ സംസാരങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരുണ്ടാകാം. നിൻ്റെ തീരുമാനങ്ങളെ മുടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കച്ചകെട്ടി ഇറങ്ങി ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരുണ്ടാകാം. ഇങ്ങനെ നീ ഇന്ന് എവിടെയായാലും, നിൻ്റെ വീട്ടിലായാലും കുടുംബത്തിലായാലും തറവാട്ടിലായാലും പുറത്തായാലും നിൻ്റെ ജോലി സ്ഥലത്തായാലും പണിപ്പാട്ടിലായാലും എവിടെയൊക്കെയാണോ കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് മനുഷ്യരുടെ ചൈതന്യത്തെക്കാളുപരി കർത്താവിൻ്റെ ചൈതന്യം വേണ്ടി വരുന്നത്, അവിടെയെല്ലാം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ, അവരുടെ സ്വഭാവത്തെയും അവരുടെ പഠനത്തെയും ഒക്കെ ഓർത്ത് വിഷമിക്കുന്നവർ, അവരുടെ ജന്മനുള്ള വൈകല്യങ്ങൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ, ആ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെ ആശീർവദിക്കുന്നു. കർത്താവെ, അതിനെല്ലാം ഏറ്റെടുക്കാനും അതിജീവിക്കാനും അവർക്ക് ആവശ്യമായ കൃപ നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ യാത്ര നിനക്ക് ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം. ചിലപ്പോൾ നിൻ്റെ ടെമ്പർമെൻറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം. അവിടെയെല്ലാം കൂൾ ഡൗൺ ആകാനും കർത്താവ് നിന്നെ സന്ധിക്കാനും വേണ്ടി നിനക്ക് നിയന്ത്രണത്തിൻ്റെ ആത്മസംയമനത്തിൻ്റെ ആത്മാവിൻ്റെ അരൂപിയാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. രേഖകൾ വാങ്ങാൻ വേണ്ടി പോകുന്നവർ, രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നവർ, അങ്ങനെയുള്ള മേഖലകളെല്ലാം കർത്താവിൻ്റെ പ്രത്യേക ചൈതന്യം ആവശ്യിക്കട്ടെ. നിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യമായിട്ട് അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ഫോർ ഗ്രേസ്. ഇപ്പോഴേ ചില വിഷയങ്ങൾ, ചില സംഭവങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഇടപെടലുകൾ, അപ്പം നീ പറയും അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തില്ല കേട്ടാ എന്ന് പറയും. നമ്മുടെ കൈപ്പിടി നിൽക്കുന്ന നല്ല കാര്യം അല്ലെന്ന് തോന്നണം കേട്ടോ. ഞാനെന്ത് ചെയ്യാനാ? ഞാനവിടെ ഞാനവിടെ ഒറ്റപ്പെട്ടു. ഞാൻ സംസാരിക്കുമ്പോൾ 1000 പേര് എനിക്കെതിരെ സംസാരിക്കും, എൻ്റെ ആശയത്തിനെ തട്ടി തകർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിചിത്രമായ സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ അതിനകത്ത് ചില കാര്യം നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി മത്സരം പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും നീ ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയേ നീ ബലം പിടിക്കാനോ മത്സരം പിടിക്കാനോ ഒന്നും പോകണ്ട. അത് ആരുടെ കിട്ടുമോ ചെയ്യട്ടെന്ന് വിചാരിക്കണം. മിണ്ടാതിരിക്കണം. വെറുതെ സംസാരിച്ച് എനർജി കളയണേ എന്തിനാ? കാര്യം നീ വല്ലതും സംസാരിച്ചതിന് ശേഷം അതിൻ്റെ എതിർകട ചെയ്യാൻ വേണ്ടി നിൻ്റെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എതിർകട ഒരു ക്യാൻവാസിങ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാകും. അതൊക്കെ നീ നിൻ്റെ മനസ്സിലിപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതെന്ന് പറയാൻ കാര്യം ഇതൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ, നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ഒരു ജീവിതത്തിലെ ഒരു ദിവസം 10 വിഷയം ഉണ്ടെങ്കിൽ 10-ൽ ചിലപ്പോൾ ഒരു 5 വിഷയവും നമ്മുടെ കൈപ്പിടി ഒതുങ്ങണമായിരിക്കത്തില്ല. അപ്പം എന്ത് ചെയ്യണം? സാധാരണ പുരാതന മനുഷ്യൻ, ദൈവമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ അത് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ വേണ്ടി നോക്കും. ദൈവത്തെ കക്ഷി ചേർക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയത്തിൽ നമ്മുടെ കൈപ്പിടി ഒതുങ്ങണില്ല എന്ന് കണ്ടാൽ പിന്നെ എവിടെ ഒതുങ്ങും? പിന്നെ ദൈവത്തെയാണ് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി, ദൈവത്തിന് മനസ്സിലാകണം നമ്മൾക്ക് വേറെ ഒരു ചാൻസ്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അത് വളരെ തന്ത്രപരമായ ആധ്യാത്മിക തന്ത്രത്തിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്ത്രം വെച്ചാൽ കുതന്ത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആധ്യാത്മികമായ തന്ത്രത്തിൽ വേണത്, നമ്മൾക്ക് ഒരവലംബമില്ലെങ്കിൽ, നമ്മൾക്ക് അവലംബമില്ല എന്നുള്ള കാര്യം. ഇന്ന് നീ എന്തെല്ലാം കാര്യം നിനക്ക് ചെയ്യാനുണ്ട്, ചില കാര്യം നിനക്ക് അവലംബമില്ല, ആശ്രയിക്കാൻ ആളില്ല അവിടെ. അപ്പം ആശ്രയിക്കാൻ ആളില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ പറയണം, ഞാനും ഇപ്പം 50 കൊല്ലമായി സഭയിൽ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആശ്രയം എല്ലാ വിഷയങ്ങൾക്കും ആശ്രയം ഉണ്ടാകത്തില്ല. പക്ഷേ ആശ്രയം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്രയം ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ആളെടുത്ത് ഇവരോട് പറഞ്ഞ് അവരോട് പറഞ്ഞ് അപ്പം മനുഷ്യന്മാരത്തെ നമ്മൾ കളത്തിലിറക്കാൻ നോക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ദൈവത്തെ കളത്തിലിറക്കാൻ നോക്കും. ഈ വിഷയത്തിൽ എന്തു ചെയ്യും? അതിനെന്താ മാർഗം? നമ്മൾക്ക് ദൈവമല്ലാതെ
വേറെ ആശ്രയമില്ല, മനുഷ്യന്മാരിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടില്ല എന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. കൃപാസനത്തിലേക്ക് ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ വെച്ചാൽ അവർ 20 ലക്ഷം രൂപ വേണം അവർക്ക് അയർലൻഡിൽ പോകാൻ വേണ്ടി. അപ്പോൾ അവരൊരു ദിവസം എപ്പോഴാണെന്ന് ഓർക്കണില്ല, എന്നോടൊന്ന് ചോദിച്ചു. അവർ നേഴ്സ് 25 കൊല്ലമായിട്ട് നേഴ്സാണ്, പക്ഷേ ഇവരൊക്കെ ഒരിടത്തും ഒരു പച്ച പിടിച്ചിട്ടില്ല. അപ്പം അവർക്ക് ആ സ്വപ്നങ്ങളൊക്കെ അവർ കളഞ്ഞ് കുളിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൃപാസനത്തിൽ ആ വാഗ്ദാനപ്പെടാതെ ഇരിക്കുന്ന ഒരു വിഷയം വസ്തു എന്താണ്? അഹ്റോൻ്റെ വരണ്ട വടി തളർത്തതാണ്. അപ്പോൾ അതാണ് നമ്മൾ പച്ച മെഴുതിരി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. അതാണ് ഒരു ദിവസത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പച്ച മെഴുതിരിയല്ല ഉപയോഗിക്കണത്. അപ്പോൾ അതിൻ്റെ പച്ചപ്പ് വരും എന്നുള്ള ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സ് 25 കൊല്ലമായൊരു നേഴ്സാണ്, പക്ഷേ എന്താ പറ്റി, ഇതുവരെയൊക്കെ ഒരിടത്തും പോകാൻ പറ്റിയിട്ടില്ല. അവിടെ പിന്നെ അവരുടെ ജീവിതവും കുടുംബവും ഒക്കെ ആയിട്ട് നടന്ന് ആ ടൈമെല്ലാം പോയി. 25 കൊല്ലമായി. ഇപ്പോൾ നല്ല വീട്ടമ്മയാണ്. അപ്പോൾ ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചേ, അച്ഛാ ഞാൻ യൂറോപ്പിൽ പോകാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ചിലർ, അത് നടക്കുമോ അച്ഛാന്ന് ചോദിച്ചു. ആ പൈസ ഞാൻ കൊടുക്കണോ വേണ്ടേ എന്ന് എന്നോട് ചോദിച്ചു. 20 ലക്ഷം രൂപ. അപ്പോൾ അത് അൾത്താരെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ. ചിലപ്പോൾ നമുക്ക് അൾത്താരെ ഒരാളിനോട് സംസാരം 1 മിനിറ്റല്ലേ കിട്ടത്തുള്ളൂ. ഞാൻ ഇവരുടെ ഈ ആപ്ലിക്കേഷൻസും അവർക്ക് തന്ന ഡോക്യുമെൻറ്റ്സും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഞാൻ അവിടെ ഒരു പ്രത്യേക അഭിഷേക പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ കർത്താവ് പെട്ടെന്ന് പറയും, അവൾ യൂറോപ്പിൽ പോകും, പക്ഷെ പൈസ കൊടുക്കണം, നീ ഏറ്റെടുക്കരുതെന്ന് പറയും. ഞാനിവരോട് ഞാൻ പറയും, നിങ്ങൾ യൂറോപ്പിൽ പോകും, പക്ഷേ പൈസ കൊടുക്കണത് ഇതിനകത്ത് വരുന്നില്ലെന്ന് പറയും, ഈ വിഷയത്തിൽ വരുന്നില്ലെന്ന് പറയും. പക്ഷെ അവർക്ക് അതുപോലെ തന്നെ അവർ പറയണ അതുപോലെ തന്നെ അവർക്കത് നടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ ഇനി സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിസ എൻ്റെ കോപ്പി കയ്യിൽ കിട്ടിയിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ വാതിക്കൽ നിന്ന് നിരങ്ങി മുട്ടിൽ നീന്തി അമ്മയെടുത്ത് വന്നിട്ട് മാത്രമേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ നന്ദി എന്നവർ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നറിയാമോ? ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനവർക്ക് നോട്ട് കൊടുത്തതൊന്നുമല്ല പ്രശ്നം, മറിച്ച് അവർ കൃപാസനത്തിൻ്റെ വാതിക്കൽ നിന്ന് മാതാവിൻ്റെ സന്നിധാനം വരെ മുട്ട നീന്തുമെന്ന് പറഞ്ഞില്ലേ, അത് ആ ഒരു ബോഡി ലാംഗ്വേജ് എന്താ ഉദ്ദേശിക്കണം? അവരിന്നത് സാക്ഷ്യം പറഞ്ഞ് നീന്തി വന്നിട്ട് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. അയർലൻഡിലേക്ക് പോവുകയാണ് അവർ, 5 ദിവസം മുടക്കില്ല. അതല്ല പ്രശ്നം. അതെന്താണ് വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർ ബോധ്യപ്പെടുത്തി. എന്താണ്? ദൈവമേ, മാനുഷികമായ ഒരു കൈക്രിയയും ഇതിലില്ല, അങ്ങ് മാത്രമാണ്, അങ്ങ് തന്നെയാണ് ഇത് ചെയ്തത്. അതായത് നമ്മുടെ സങ്കീർത്തനം 118:8-9 വായിച്ചേ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നത് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൽ അഭയം തേടുന്ന ചെയ്യുമ്പോൾ അവിടെ അഭയം തേടുമ്പോൾ വേറൊരു സാധനം പറയുന്നുണ്ട്. പ്രഭുക്കന്മാരിലുള്ള ആശ്രയം, നമ്മളെക്കാളും ബലമുള്ളവരിൽ മാനുഷികമായ ആശ്രയം, അത് കുറച്ച് കൊണ്ടുവരണം. നിൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും ഈ മാനുഷികമായ ഇടപെടലിനുള്ള നമ്മുടെ ആശ്രയം കുറച്ച് വന്നിട്ട് നമ്മൾ ദാനധർമ്മത്തിലൂടെയും സുവിശേഷ കൈമാറ്റത്തിലൂടെയും വിശ്വാസ കൈമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെയൊക്കെ ദൈവത്തിലുള്ള അവലംബങ്ങൾ കൂട്ടിവരണം. അങ്ങനെയാണ് നമ്മൾ ദൈവപൈതലായി വരണത്. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ അതിജീവിക്കുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ ചില സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ 42 വയസ്സുള്ള ആളിന് ഡെലിവറി ഹൈ റിസ്ക് ആണ്, കുഞ്ഞ് മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും, അതിനാണ് ഹൈ റിസ്ക് എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തായിട്ടുള്ള കുഞ്ഞിനെ ഈസിയായിട്ട് കിട്ടുന്നില്ലേ? ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? സങ്കീർത്തനം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനമാണ് വന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്, സങ്കീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കുന്നത്, അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ. കവിതകൾ ഇപ്പോൾ മറ്റ് കവികളുടെ കവിതകളില്ല, അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത്. അപ്പോൾ സങ്കീർത്തനങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവർ കവിതയാക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ്, എല്ലാവർക്കും സാർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ്. എന്താണ് ഇതിനെക്കുറിച്ച് ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോന്നപ്പോൾ ഞങ്ങളെ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ? അതാണ് എൻ്റെ മനസ്സിൽ വന്ന വചന. അതാ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ തുടങ്ങിയ പരിപാടിയല്ലേ ദൈവം. ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, മെറിറ്റോറിയസ് അല്ലെങ്കിൽ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യം മെറിറ്റ് നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു. അത് നമ്മളല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ ഗ്രേസ് ആണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും. അല്ലെങ്കിൽ എന്താ സ്വപ്നം വെച്ചാൽ നമ്മൾ അതാണ് സങ്കീർത്തനം പറയണത്. 120 അടുത്ത സങ്കീർത്തനം 126 1 തൊട്ട് അങ്ങനെ വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. 126 സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ സന്തോഷമാക്കി മാറ്റുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇത് ദൈവവചനമാണ്. ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വചനം ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ആവശ്യമായിക്കൊണ്ടിരിക്കും. വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് മാതാവിൽ മാത്രം സംഭവിച്ച ഒരു പ്രൊസീജിയർ അല്ലത്. ആരാണ് വിശ്വസിക്കുന്നത് അവരെല്ലാം ഇത് കോൺക്രീറ്റ് ആയിക്കൊണ്ടിരിക്കും, മാംസമായിക്കൊണ്ടിരിക്കും, ടാൻജിബിൾ ആകും, സ്പർശ്യമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇന്ധനം ഫസ്റ്റ് ഫേസിൽ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവസ്നേഹവുമാണ്. പല ആൾക്കാരും ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ നിൽക്കുകയാണ്. അവർ കണ്ടില്ലേ, ആ ലേഡി എന്താ ചെയ്തത്? അവർ ഉടമ്പടി എടുത്തു, പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ലെവലാണ്, പ്രൈമറി സ്കൂളാണ് ഉടമ്പടിയുടെ. മാതാവ് രാത്രി അവൾക്ക് സ്വപ്നം കണ്ടിട്ട് തുണി അലക്കണത് കാണിച്ചു കൊടുത്തു നേരിട്ട്. അപ്പോൾ അത്രയും പൊട്ടിയാണെന്ന് അർത്ഥം. അപ്പം അത്രയും പൊട്ടിയാണെങ്കിൽ പോലും ദൈവികമായ കാര്യങ്ങൾക്ക് ചെവി കേൾക്കണില്ല ഒക്കെ. അതുകൊണ്ടാണ് നേരെ വന്ന് കാണിച്ചു കൊടുക്കുന്നത് രക്ഷപ്പെടാനുള്ള മാർഗം. അതായത് നമ്മൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ പരീക്ഷ, ഞാൻ സത്യം പറയട്ടെ, ഞാനാണ് ദൈവമെങ്കിൽ ഈ സാധനത്തിനോട് ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എന്താ കാര്യം? ഇത് ജന്മന ക്രിസ്ത്യൻ ഫാമിലി ജീവിച്ചതാണ്. ഇതിന് കിട്ടിയെടുത്തതും സങ്കീർത്തനങ്ങളും വചനങ്ങളും വേദപാഠങ്ങളും വേറെ ആരും കൊടുത്തിട്ടില്ല. ഇവിടെ നോൺ ക്രിസ്ത്യൻസ് ഒരു ദിവസം വചനം കേട്ടിട്ട് രണ്ടാമത്തെ ദിവസം വചനം മാംസമായിട്ട് അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ പറന്നു വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് ഇവർക്ക് ട്യൂഷൻ പോലും കൊടുക്കത്തില്ല, അതിനെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. പക്ഷേ ദൈവം എന്ത് കരുണയുള്ളതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ? പൊട്ടിപ്പെണ്ണിന് രാത്രി വന്ന് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ കാണിച്ചു കൊടുക്കണേ. ഇത് കണ്ണും കാണാൻ പറ്റില്ല, ചെവിയും കേൾക്കാൻ പറ്റില്ല ദൈവ വചനത്തിനെതിരെ. അതുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുക്കണം. എന്ത് കഷ്ടമാണെന്ന് എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗതികേട്. അത് ആംഗ്യം കാണിച്ചു കൊടുക്കണത്. ഇന്നത് ചെയ്താൽ രക്ഷപ്പെടും. അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആ വചനം ഒന്നുകൂടി പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഒന്നുകൂടി അത് നിങ്ങൾ കൂടി അത് ഏറ്റു പറയണം. റീഡ് ഇറ്റ് അഗൈൻ. സങ്കീർത്തനം 126. കർത്താവ് പ്രവാസികളെ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ്
കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അതായത് ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം ഏതാണെന്ന് അറിയാവോ? അതായത് നെഗേബിലെ നീർച്ചാലുകൾ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറഞ്ഞേ, നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കാനാണ്. അപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നിൻ്റെ സൗന്ദര്യം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ജീവിതം, നിൻ്റെ വിദ്യാഭ്യാസം, നിൻ്റെ കുടുംബജീവിതം എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ്? നെഗേബിലെ നീർച്ചാലുകൾ. അതാണ് ഞാൻ പറയുന്നത്. ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോഴേ അത് ദൈവാനുഭവമാണ്. ആ കാലങ്ങളിൽ മനുഷ്യപ്പം ബാബിലോണിൽ നിന്ന്, ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖിലാണ്. ഇറാഖിൽ ഇവർ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കുറേ നാൾ നബൂഖദ്നേസർ താമസിപ്പിച്ചിട്ട് അവിടെ അടിമജീവിതം നയിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. മോചിപ്പിക്കാനുള്ള യാതൊരു മാർഗ്ഗം ഇസ്രായേലിൻ്റെ കയ്യിലില്ലായിരുന്നു. കാര്യം അവർ ഭയങ്കര ശക്തന്മാരായിരുന്നു. പക്ഷേ കർത്താവ് വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് ശക്തൻ്റെ കയ്യിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത്. ദൈവം അപ്പോഴും വലിയ കാര്യങ്ങൾ. ഇപ്പോൾ നിധീന എന്ന് പറഞ്ഞൊരു മോള് പെരുമ്പാവൂർ സാക്ഷ്യം പറഞ്ഞു. നിധീന, അപ്പോൾ ആ സാക്ഷ്യം കേൾക്കുന്നതൊക്കെ മനസ്സിലാവും വലിയ കാര്യം എന്താണെന്ന്. നിധീനയുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വയറ് വല്ലാണ്ട് വന്നു ഇങ്ങനെ വീർക്കുന്നു. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ഇപ്പോൾ വന്ന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ഈ മരിക്കാൻ പോകുന്ന ആൾക്കാർ വാ പൊളിക്കത്തില്ലേ, അതുപോലെ ആ വാ പൊളിച്ചാൽ മരിക്കാൻ പോകുന്നവർക്ക് എങ്കിലും ഇത്തിരി ശ്വാസം കിട്ടുമല്ലേ. നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയമില്ലേ. അപ്പോൾ അതുപോലുള്ള അവസ്ഥയിലായിപ്പോയി. ചില സമയത്ത് ശ്വാസം പോയാൽ വായിൽ നിന്ന് ശ്വാസം ഓക്സിജൻ എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നുമില്ല. അപ്പോൾ ഇവർ വല്ലാണ്ട് അങ്ങനെ വേദനിച്ച സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. അവൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിച്ചു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. 10 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ വയറ് വീർത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇപ്പോഴേക്ക് ഏതെങ്കിലും ദിവസങ്ങൾ മരിക്കുമെന്നറിയാം. കാര്യം ഈ മരണശ്വാസം മരിക്കുകയാണ് ശരിക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് മാതാവിനോട് പറയും, മാതാവേ ഞാൻ എല്ലാം പരാജയപ്പെട്ടു, എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു, അവസാനം നീ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീയും കൈവിട്ട എന്നെ ആരും കൈയേൽക്കാനില്ല എന്ന് പറയും, കണ്ണീരോടെ പറയും. അതാണ് പ്രാർത്ഥന എന്ന് പറയും. ദൈവത്തിൻ്റെ ചങ്കയെ കൊണ്ട് പ്രാർത്ഥനയാണ്. ഇവിടെ പോയി വീട്ടിൽ പോയിട്ട് ഉടമ്പടി തൈലം എടുത്തിട്ട് വയറേലിങ്ങനെ കുരിച്ചിടും. ആ ഒറ്റ കുരിശ് ഉടനെ ശ്വാസം നേരെയാകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തി പ്രകടമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇതാണ് വൻ കാര്യം എന്ന് പറയണം. മനസ്സിലായ? ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ബൈബിള് വൻ കാര്യങ്ങൾ. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. അതന്നെയല്ലേ ഇവിടെ നടക്കണത്. കർത്താവ് പറഞ്ഞ് കർത്താവ് വൻ കാര്യങ്ങൾ വായിച്ചോളൂ അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാവില്ല, എവിടെയെങ്കിലും 2 മനുഷ്യരെ കൂടിയാൽ ഉടനെ സംസാരിക്കണത് കൃപാസനത്തിൻ്റെ അനുഭവങ്ങളാണ് കൈമാറണത്. പരമദിവ്യകാരുണ്യത്തിന് അപ്പം ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ വിചാരിക്കുക, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് വൻ കാര്യമെന്ന് പറയുന്നത്. അതാരാണ് ചെയ്യണത്? കർത്താവാണ് ചെയ്യണത്. അപ്പോൾ കർത്താവിനെ കൊണ്ട് ഈ വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫെയ്ത്ത് ലെവല് അല്ലെങ്കിൽ ലവ് ലെവലോ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ വൻ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയണത്? അതെങ്ങനെയാണ് ചെയ്യണത്? നെഗേബിലെ പറഞ്ഞേ
നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കണത് ദൈവത്തിൻ്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ചൈതന്യ പ്രക്രിയയാണ്. പണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെട്ടവരുടെ ഐശ്വര്യങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്ന വിശ്വസിക്കുന്നവരുടെ. ഇന്ന് ഈ കാലത്ത് ഉടമ്പടി എന്ന പ്രത്യേക പദ്ധതികളിലൂടെ 10,000-കണക്കിന് മനുഷ്യരുടെ ഐശ്വര്യങ്ങൾ അനുദിനം പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനം പറയണത്. നെഗേബിലെ പറഞ്ഞ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം. ഇപ്പം നോർത്തേൺ സൈഡ് ഇപ്പം നമുക്കറിയാം, ഇത് ആലപ്പുഴ നോർത്തേൺ സൈഡ് കന്യാകുമാരി വരെ പോകാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ പാലസ്തീൻ രാജ്യത്തിൻ്റെ വടക്ക് സ്ഥലത്താണ് ഈ നെഗേബ് മൗണ്ടൻസ് ഉള്ളത്. നമുക്ക് വടക്ക് സ്ഥലത്ത് എന്താ ഉള്ളത്? ഹിമാലയമല്ല, ഇപ്പുറത്തുണ്ടല്ലോ വിന്ധ്യസൽപുറം. അതുപോലെ തെക്ക് വടക്ക് കിടക്കുന്ന ഭൂമിയുടെ വടക്ക് വശത്തുള്ള പർവ്വതങ്ങളാണ് നെഗേവ് പർവ്വതങ്ങൾ. അപ്പോൾ നെഗേബിലെ നീർച്ചാലുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സങ്കീർത്തനത്തിൻ്റെ ആഴം പിടികിടത്തുള്ളൂ. ഈ പലസ്തീനയുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളിൽ വല്ലകാലത്തുമേ മഴ പെയ്യത്തുള്ളൂ. അവിടെ ഈ തണ്ടർ അതുപോലെ തന്നെ എന്താണ് ഇടിമിന്നലും കൊടുങ്കാറ്റും പെട്ടെന്നുണ്ടാവും. കാര്യം പൊതുവേ നെഗേബ് മരുഭൂമിയാണ്. നെഗേബ് എന്ന പറഞ്ഞ സ്ഥലം മരുഭൂമിയാണ്, മഴ പെയ്യാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ നീർച്ചാൽ എന്താണെന്നൊക്കെ പിടികിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത്. ഇത് നമ്മളെപ്പോലെ ആണ്ടിൽ 24 മണിക്കൂർ മഴ പെയ്യുന്ന സ്ഥലമല്ല. ഇത് മഴ കാണാത്ത സ്ഥലമാണ്. മഴ കാണാത്ത സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ്നിങ് തണ്ടറുണ്ടാവും, ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടാവും. ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായി അതിൻ്റെ അകത്ത് മഴ ചാറും. അല്ല മഴ പോലെ നമ്മൾ കുത്തിച്ചൊരിഞ്ഞ് പെയ്യത്തില്ല. നെഗേബിലെ മറവങ്ങൾ വല്ല കാലത്തും ഇങ്ങനെ. പക്ഷേ അവിടെ നിന്ന് 7-8 നദികളുണ്ട്, നീർച്ചാലുകൾ. ഈ നെഗേബിൽ നിന്ന് 7-8 നദികൾ ഇതുപോലെ പലസ്തീനിലൂടെ പോകുന്നുണ്ട്. ഈ നദികൾ 360 ദിവസം വരണ്ട് കിടക്കുകയാണ്. നമ്മുടെ ചിലരുടെ ജീവിതം പോലെ അങ്ങനെയല്ലേ, മൊത്തം വരണ്ട് കിടക്കല്ലേ, സമ്പത്തില്ല, ആരോഗ്യമില്ല, സ്വാധീനമില്ല, ഒന്നുമില്ല, ജോലി പോയി വീട് പോയി വരണ്ട നദികളാണ്. ഈ വരണ്ട നദികളെ പോലെ എന്തൊരു ദൈവാനുഭവം നോക്കിയേ. നെഗേബിലെ നീർച്ചാലുകൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇത് പൊടുന്നതിന് ഇടിമിന്നലും മഴയും ഉണ്ടായിട്ട് ഈ അവിടെ ഉണ്ടായ മഴ ചിലപ്പോൾ 1 മണിക്കൂർ വല്ലതും പെയ്യണ മഴയാണെങ്കിലും ഈ മഴ വെള്ളം ഇങ്ങനെ ഒഴുകി വരും ഈ നദികളിലൂടെ. അപ്പോൾ ഒഴുകി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴവെള്ളം ഒഴുകി എപ്പോഴെങ്കിലും വരുമെന്നറിയാം കർഷകർക്ക്. അത് കാരണം എന്തു ചെയ്യും, വരണ്ട നദിയിലാണെങ്കിലും അവർ വിത്ത് അവിടെ നേരത്തെ പാകിയിട്ടേക്കും. അയ്യോ എന്തൊരു സങ്കീർത്തനമാണെന്ന് അറിയാം. ഇത് വിത്ത് നേരത്തെ പാകിയിട്ടേക്കും. നമ്മുടെ ഇപ്പം മഴ കാണുന്നില്ല, കാറ്റില്ല, മഴയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒന്ന് രാജാക്കന്മാർ 3:15 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 3:16. 2 രാജാക്കന്മാർ 3:15. 3:16-17. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. നമുക്ക് ഈ 2 രാജാക്കന്മാർ 3:15 സങ്കീർത്തനം 126:1-6 വചനങ്ങളെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇപ്പോൾ നമുക്ക് സന്ദേശം നൽകുന്നത്. ഇതൊരിടത്തും ലിങ്ക് ചെയ്തല്ല, ഞാൻ ഇപ്പോൾ ലിങ്ക് ചെയ്തതാണ്. കർത്താവ് എനിക്ക് തന്ന ഒരു അരുവി കൊണ്ട് ലിങ്ക് ചെയ്തതാണ്. ഇവിടെ എന്താ പ്രശ്നം? കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയുന്നു. ഈ അനുഭവം ഏതാണ്? കാറ്റും മഴയും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് നെഗേബിൽ വെള്ളം ഒഴുകി വരുന്നത് കാണും. കാറ്റ് ഇന്നലെ പെയ്ത കാറ്റ് നെഗേവ് പർവ്വതത്തിൽ കഴിഞ്ഞ മാസമൊക്കെ പെയ്ത മഴ വെള്ളം ഇവിടെ എത്തിച്ചേരുന്ന സമയമുണ്ട്. അപ്പോൾ ഇവിടെ അവരെത്തിച്ചേരുന്ന സമയത്ത് കാറ്റില്ല, മഴയില്ല, പക്ഷേ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയുന്നു. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ അരുവിത്തടത്തിൽ കർത്താവ് വെള്ളം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കർഷകൻ്റെ. അതുകൊണ്ട് നേരത്തെ മുൻകൂർ കൊണ്ടുവന്ന് അവരെ വിത്ത് പാകിയിട്ടേക്ക് ഭൂമിയുടെ അടിയിൽ. അതാണ് കരഞ്ഞുകൊണ്ടാണ് പാകണത്. അത് പറയുന്നുണ്ട്. അതായത് ദേ ആർ ക്രൈയിങ്, ദേ ആർ ക്യാരിങ് ദ ഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയാം. എന്ന് വെച്ചാൽ അവർ വിതക്കാൻ വരുമ്പോൾ
കരഞ്ഞുകൊണ്ടാണ് വിതയ്ക്കണത്. അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഇല്ലേ? വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ. കാറ്റുമില്ല മഴയുമില്ല, വരണ്ട സ്ഥലത്താണ് വിതക്കണത്. പല വിലാപത്തോടെയാണ്, കണ്ണീരിലാണ് വിതക്കണത്. അരുവിത്തടങ്ങളിലെ വെള്ളത്തിൽ, മഴവെള്ളത്തിലല്ല, കണ്ണീരിലാണ് വിതക്കണത്. എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധി നിൻ്റെ സങ്കടങ്ങളെ നീ കണ്ണീരിലാണ് വിതച്ചിരിക്കണത്. ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗേവിലെ നീർച്ചായകളെ പുനഃസ്ഥാപിച്ച ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ വരണ്ട ഭൂമികളെ എല്ലാം ദൈവം നനച്ചുകൊണ്ട് അവൻ നിന്നെ ദേ ആർ ഗോയിങ് കാരിങ് ദ ഷേപ്പ്, അവരെ വിത്തം കൊണ്ട് ജയഘോഷത്തോടെ സന്തോഷാരവങ്ങളോടെ അവർ കൊയ്ത കഥയുമായി തിരിച്ചു പോകുന്നുവെന്ന്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹങ്ങളുമായി തിരിച്ചു പോകുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവവേദന. അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ണീര് വിതക്കാൻ വേണ്ടി, ഉടമ്പടി എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിച്ചത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ സങ്കീർത്തനത്തോടും 2 രാജാക്കന്മാർ 3:15 ചേർത്ത അനുഭവം ഉള്ള ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ പറഞ്ഞത് ജെ തോമസ് എന്ന് പറഞ്ഞ ഒരു CA-കാരനാണ്. CA ലാസ്റ്റ് ഇയർ. പക്ഷേ ഈ CA ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ പ്രശ്നം ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് നമ്മുടെ ഉടമ്പടിയിലുണ്ട്, അത് ഞങ്ങൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം ഇങ്ങേര് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷേ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന കാരണം ഇപ്പോൾ അവിടെ 4 പ്രാവശ്യം പരീക്ഷയ്ക്ക്, ലാസ്റ്റ് പരീക്ഷയ്ക്ക് 4 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനി 1 പ്രാവശ്യം കൂടി തോറ്റാൽ പുള്ളി ഔട്ടാവും. പിന്നെ പുള്ളി വേറെ ചുമട്ടുപണിക്ക് പോകാനേ പറ്റത്തുള്ളൂ. കാരണം CA പരീക്ഷയുടെ രീതി അതാണ്. CAക്ക് അതിൻ്റെ ലാസ്റ്റിൽ 5 പ്രാവശ്യം കൊടുക്കും ചാൻസ്. 5 പ്രാവശ്യം, 5ാമത്തെ പ്രാവശ്യം തോക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഫഷൻ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. അത്തരം ഗതികേടാണ്. അപ്പോൾ ഇവൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ ഇവൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ പോയി അച്ഛനെ കാണ്, ഉടമ്പടി എടുക്കുക. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കിതിലൊക്കെ വിശ്വാസം ഇല്ലെന്ന്. അതെന്താ കാര്യം? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം പുള്ളി പറയുന്നുണ്ട്, ഞാൻ എല്ലാ റാങ്ക് കിട്ടി വന്ന ആളാണ്, ഞാൻ എല്ലാ പഠനങ്ങളിലും വിജയിച്ച് വന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ അച്ഛന്മാരൊക്കെ പോയി കാണുന്നതിൻ്റെ അകത്ത് എന്താ അർത്ഥം എനിക്കറിയത്തില്ല. അതൊക്കെ ബുദ്ധിപരമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ പഠിച്ചു, ഞാൻ ജീവിച്ചു, ഇത്രയും നാൾ ഒരു അച്ഛനെയും കണ്ടില്ലല്ലോ. അതാണ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ ഉണ്ടായി. അമ്മ പറയുന്നുണ്ട് പോയി പോയി കാണേ, എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇയാൾ 4ാം പ്രാവശ്യം തോറ്റു. ഇനി ഒരു ചാൻസേ ഉള്ളൂ. ഇനി തോറ്റു കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ പോകും. പ്രൊഫഷൻ പോയാൽ ഇത് വയസ്സ് ഇത്രയായില്ലേ, 5 എത്ര റൗണ്ട് കഴിഞ്ഞാലാണ് ഈ സ്റ്റേജിലേക്ക് വരണത്. പിന്നെ കല്യാണം താമസിക്കും, വീട് താമസിക്കും, അനിയന്മാരൊക്കെ കയറി പോവും, വീട്ടിൽ പ്രശ്നമാകും. പിന്നെ നിങ്ങളെ പരീക്ഷയ്ക്ക് ജയിച്ചു തോരുന്നല്ലേ, ആ അലൈൻമെൻറ്റ് പോകും, ആ കുടുംബത്തിൻ്റെ അലൈൻമെൻറ്റ് പോകും. താഴെയുള്ള ആൾക്കാരൊക്കെ പഠിക്കണം, അതൊക്കെ കയറി വരണം. ഈ മനുഷ്യൻ ജയിക്കണമില്ല, ഒരിടത്തും ആകണമില്ല, കല്യാണം വെക്കണില്ല, അങ്ങേരോട് മാറിയിട്ട് വേണ്ട മക്കളുടെ കാര്യം ചെയ്യുക. ഈ സംസാരം കൊണ്ട് തന്നെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുടുംബത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ആംഗ്വിഷായിട്ടുള്ള ടോക്കായിരിക്കും ചില കുടുംബങ്ങളിൽ. അതാണ് ഏറ്റവും വലിയ ചൂടെന്ന് പറയുന്നത്. നമ്മുടെ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞത്. എപ്പോഴും സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അതിനേക്കാൾ ഉപരി ഇപ്പോൾ ചെന്ന് അക്കടി ചെന്ന് പെട്ടല്ലോ, രക്ഷപ്പെട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നതിനെ കുറിച്ച് തന്നെയും പിന്നെയും പറഞ്ഞ് തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കും. അതാണ് നെഗേബിലെ നീർച്ചാലുകളുടെ അവസ്ഥയ്ക്ക് മുമ്പ് വരേണ്ട നിലത്തിൻ്റെ ഒരു അവസ്ഥ. അതാണ് പല കുടുംബങ്ങളിലും സ്വന്തം വിഷയങ്ങളിൽ വന്ന പല പാളിച്ചകളും പരാജയങ്ങളും പറഞ്ഞ് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അതൊന്ന് വിട്ടുമാറാൻ വേണ്ടി, കർത്താവിന് ഇടപെടാൻ വേണ്ടി നെഗേബിലെ നീർച്ചാലുകൾ പോലെ ഐശ്വര്യം പ്രസ്ഥാപിക്കാൻ വേണ്ടി ഇടിമുഴക്കുമ്പോൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ ജെ തോമസ് എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടുകാരൻ ഇനി ഒരു ചാൻസേ ഉള്ളൂ, ലാസ്റ്റ് ചാൻസാണ്. ഒന്നുകിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. അതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധം വന്ന കാര്യം, ഇനി എൻ്റെ കഴിവ് ഇത്രയും നാൾ ഞാൻ പ്രയോഗിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണത് എന്താണ്? ഇന്നത്തെ കാലത്ത് ഉടമ്പടിയാണ്. അത് നമ്മുടെ സാക്ഷിയുടെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അതല്ലേ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു കുത്തി ഇങ്ങനെ നിൽക്കുകയല്ലേ, രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം ഉടമ്പടി ചെയ്യണ വരെ. എന്തുകൊണ്ടാണ് അണമറിയാതെ കൃപാസനത്തിൽ ആൾക്കാർ നിൽക്കുന്നത്? ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു തന്നിരിക്കുന്ന സുനിശ്ചിതമായ, അതായത് മനുഷ്യനാണോ നീയെങ്കിലേ, അതിൽ ജാതി മതം ഒന്നുമില്ല, വേദനയും മനുഷ്യനും മാത്രമാണ് ഉടമ്പടി കൈകാര്യം ചെയ്യണത്. ആരെയും മാറ്റി നിർത്തണില്ല. നിനക്ക് വേദന ഉണ്ടോ, ദൈവ തിരുസന്നിധി നിനക്ക് ആശ്വാസത്തിന് നീ അവകാശിയാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എന്ന പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു.